സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് രാശി, ഇന്നിപ്പോൾ ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ടത് പ്രോസിക്യൂഷന്റെ വലിയ വിജയമായി കണക്കാക്കണോ അതോ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണോ അത്? അതൊരു സ്വാഭാവിക നടപടിക്രമം എന്നതിലേക്ക് ആണ് ഇതിൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയിൽ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു കേസിൻ്റെ ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ സാധാരണഗതിയിൽ അത് ബന്ധപ്പെട്ട കോടതികൾ, അതായത് സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ പരിഗണിക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിക്കാറ്. പിന്നെ മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് പ്രതിഭാഗത്തിന് കഴിയേണ്ടതുണ്ട്. അപ്പോൾ വളരെ അപൂർവമായ ഒരു സന്ദർഭത്തിൽ മാത്രമേ അങ്ങനെ ആ ഒരു അധികാരം സാധാരണഗതിയിൽ ഇത്തരം കോടതികൾ പ്രയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു സ്വാഭാവിക നടപടി എന്നതിനപ്പുറം വലിയ ഒരു നിയമ തർക്കങ്ങളുടെ വേദിയായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഡ്വക്കേറ്റ് രാശി, ദിലീപ് പുറത്തിറങ്ങിയാൽ നടിയുടെ ജീവന് വരെ ഭീഷണിയുണ്ട് എന്ന വാദം കോടതി അംഗീകരിച്ചു. അതുകൊണ്ടാണ് അതിനനുസരിച്ചാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ടതെന്നാണ് സുരേഷൻ പുറത്തിറങ്ങിക്കൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ കോടതിക്കകത്ത് ഇത്ര ശക്തമായൊന്നും ഈ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് കോടതി നടപടികൾ മുഴുവൻ കണ്ട ഞങ്ങളുടെ പ്രതിനിധി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, സാക്ഷി ഈ നടി എന്ന് പറയുന്നത് ഇതിലെ പ്രധാന സാക്ഷിയാണ്. പ്രധാന സാക്ഷിക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകുക എന്നുള്ളത് പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ബാധ്യതയാണ്. ആ ചുമതല അവർ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ശ്രമിക്കും. അത് പ്രതിയുടെ ഭാഗത്തു നിന്നോ മറ്റ് താല്പര്യ കക്ഷികളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ അക്രമങ്ങൾ അവർക്ക് നേരെ വരികയാണെങ്കിൽ തടയാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളിൽ പ്രതികൾ അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വ്യക്തമായ സൂചന ലഭിച്ചാൽ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയക്കുന്ന പക്ഷം അത് സാക്ഷികളുടെ സ്വാധീനിക്കുന്നതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പ്രോസിക്യൂഷന് ബലമായി വാദിക്കാവുന്നതാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എന്ന് കരുതേണ്ടി വരുമോ? പ്രത്യേകിച്ച് ദിലീപ് ഈ വിഷയത്തിൽ പല ഘട്ടങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ, നടിക്കെതിരെ നടത്തിയ പ്രതികരണങ്ങൾ, പുറത്തിറങ്ങിയാൽ നടിയെ പരിഹസിക്കുന്ന നടപടി അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് പ്രോസിക്യൂഷൻ ഭയന്നത്. ആ കാര്യങ്ങൾ കോടതിക്കകത്ത് പറയുകയും ചെയ്തു. അത് കോടതി വിശ്വാസത്തിലെടുത്തു എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരില്ലേ? അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജ് വളരെ ഗുരുതരമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ജീവപര്യന്തമടക്കമുള്ള ശിക്ഷ കിട്ടാവുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഏറെക്കുറെ അതേ ആരോപണങ്ങൾ തന്നെ ഇദ്ദേഹം നേരിട്ട് പങ്കെടുത്തില്ല. അതെ ബലാത്സംഗത്തിനുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രതിക്ക് സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിക്കാൻ ഒരു സാധ്യതയുമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇദ്ദേഹം വളരെ സ്വാധീന ശക്തിയുള്ള ആളാണ്, സമ്പന്നനായ വ്യക്തിയാണ്. ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകുന്നത് സ്വാഭാവികമല്ല. മാത്രവുമല്ല, ഇത് സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തേണ്ട കേസാണ്. അങ്ങനെയുള്ള കേസുകളിൽ സാധാരണഗതിയിൽ മജിസ്ട്രേറ്റുമാർ ജാമ്യം കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് സെഷൻസ് കോടതിയിലേക്ക് പോകാതെ നേരെ ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? അഡ്വക്കേറ്റ് ജയശങ്കർ, അല്ല, സെഷൻസ് കോടതിയിലാണ് സാധാരണ പോകേണ്ടത്. ഇതിൻ്റെ പുറത്ത് സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ തള്ളിയാൽ അടുത്തായിട്ട് സെഷൻസിൽ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കും. അവിടെ തള്ളിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ കൊടുക്കും. അതാണ് അതിൻ്റെ സാധാരണ രീതി, നാട്ടു നടപ്പ്. ഹൈക്കോടതിയിൽ കൊടുക്കുന്നതിന് സാങ്കേതികമായിട്ട് തയ്യാറൊന്നുമില്ല. പക്ഷേ സാധാരണ രീതി സെഷൻസിൽ കൊടുക്കുക, അവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന് നോക്കാമല്ലോ. ഇനി ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകേണ്ടത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നേരിട്ട് പോവാം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ഈ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്ന വാദങ്ങൾ അത് അതേപടി തന്നെ ഹൈക്കോടതിയിലും എത്തിയാൽ ഹൈക്കോടതിയിൽ അത് നിലനിൽക്കുമോ? ഈ 2 ദിവസം എന്നുള്ളത് പ്രധാനമല്ലേ? നാളെ ഞായറാഴ്ച 2 ദിവസമില്ല, തിങ്കളാഴ്ച കോടതിയിലേക്ക് പോവുകയാണ് ദിലീപ്. ഇപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന അതേ വാദങ്ങളാണോ ഹൈക്കോടതിയിലും പ്രോസിക്യൂഷൻ നിരത്തേണ്ടത്? അത് നിലനിൽക്കുമോ? അല്ല, അത് നിലനിൽക്കുമോ എന്നുള്ളത് ഹൈക്കോടതി വാദം കേട്ടതിന് ശേഷം അവിടെ തീരുമാനിക്കാം. മാത്രമല്ല, ഇങ്ങനെയുള്ള കേസുകൾ വേണമെങ്കിൽ കോടതിക്ക് കേസ് ഡയറി പരിശോധിക്കാം. കേസ് ഡയറി പരിശോധിച്ച് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ, ഇദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകളുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ പരിശോധിച്ച്
ശക്തമായ ചാർജുകളൊന്നും കാണുന്നില്ല എങ്കിൽ ഹൈക്കോടതി സാധാരണയിൽ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കേസുകൾ. അത് കോടതി കേസ് ഡയറി പരിശോധിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കുക. അല്ലാതെ ആള് വളരെ സുന്ദരനാണോ സുമുഖനാണോ സിനിമാടനാണോ നോക്കിയിട്ടല്ല ജാമ്യം കൊടുക്കുന്നത്. കോടതിക്ക് അതിൻ്റേതായ മാനദണ്ഡങ്ങളുണ്ട്. കോടതിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് ജാമ്യം എങ്കിൽ പോലും ആ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയും മറ്റുമൊക്കെ ഹൈക്കോടതിയും പല കാര്യങ്ങളിലും പല കേസുകളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ശ്രീനൌഷാദ്, അത് തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്നതും. ഇപ്പോഴും ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ പോലീസിന്റെ പക്കലില്ല എന്ന് വേണ്ടേ കരുതാൻ. ഒരു ദിവസത്തെ കസ്റ്റഡി കൂടുതൽ ആവശ്യപ്പെട്ടു. ഈ ഒരു ദിവസം കൊണ്ട് എന്ത് നേടി പോലീസ് എന്നുള്ള കാര്യം ഇപ്പോഴും ദുരൂഹമാണ്. അല്ല സ്മൃതി, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നേരത്തെ അനൗൺസ് ചെയ്തപ്പോൾ എ നൗഷാദ് എന്നാണ് പറഞ്ഞത്. എൻ്റെ പേര് എം നൗഷാദ്. ക്ഷമിക്കണം ശ്രീനൌഷാദ്. മറ്റേതിപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഞാൻ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് നമ്മൾ കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് വെളിയിലിരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഹൈക്കോടതി നാളെ എന്ത് പറയും, ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഹൈക്കോടതി എന്ത് പറയുമെന്ന് നമ്മൾ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് ചേർന്ന് കോടതി എന്ത് പറയുമെന്നല്ല, കോടതിയിൽ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ആ വാദങ്ങൾ നിരത്താനുള്ള കാര്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ടോ, പ്രോസിക്യൂഷന്റെ പക്കലുണ്ടോ ചോദിക്കാമല്ലോ. അല്ല അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിടത്തോളം 19 തെളിവുകൾ അക്കമിട്ട് നിരത്തിയിട്ടാണ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ. പ്രതിഭാഗം പറയുന്ന വാദം അതാണ് ശ്രീനൌഷാദ്. പ്രതിഭാഗം പറയുന്ന കാര്യം അതാണ്. എന്താണോ പൾസർ സുനി എന്ന ക്രിമിനൽ പറയുന്ന കാര്യങ്ങൾ അത് മാത്രമാണ് ദിലീപിനെതിരെയുള്ളത്. ചില സാക്ഷിമൊഴികളുണ്ട്. നേരിട്ട് തെളിയിക്കാനാകുന്ന എന്ത് കാര്യങ്ങൾ കയ്യിലെത്തിയിരിക്കുന്നു. മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മൊബൈൽ ഫോണാണ് ശ്രീനൌഷാദ്. അത് കിട്ടിയിട്ടില്ല പോലീസിന്. അല്ല സ്മൃതി തന്നെ ഏതാണ് തെളിവ് ഏതാണ് തെളിവല്ലാത്തതെന്ന് ഏറ്റവും പ്രധാന തെളിവ് മൊബൈൽ ഫോൺ അല്ല, ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അല്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീനൌഷാദ്? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ല എന്ന് അത് കോടതിയാണ്. കോടതിയും പോലീസും തീരുമാനിക്കേണ്ട കാര്യത്തിൽ നമ്മൾ എന്തിനാ ഈ വ്യാകുലപ്പെടുന്നത്? അത് അവര് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു തീർന്നിട്ട് താങ്കളിലേക്ക് വരാം. ഒരു അഭിഭാഷകൻ പറഞ്ഞ ശേഷം താങ്കളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് സ്മൃതിയുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ഉടനെ വക്കീലിലേക്ക് പോകുന്നതിനാ? എന്റെ വാദമാണോ ശ്രീനൌഷാദ്? ഈ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും ദിവസം അന്വേഷിച്ചത്? ഈ മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അത് അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് അതിപ്പോ തെളിവല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണത്. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ എന്നുള്ളത് പ്രധാനമാണ് ശ്രീനൌഷാദ്. നിയമ വിദഗ്ധർ തന്നെ പറയുന്നത് അതിന്റെ കോപ്പി ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. ആ ദൃശ്യത്തിന്റെ കോപ്പി പോലീസിന്റെ പക്കലുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് പിന്നെ മൊബൈൽ കണ്ടെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒറ്റ ദിവസമല്ലേ കിട്ടിയുള്ളൂ. അപ്പൊ കേരള പോലീസ് ദിവസങ്ങളോളം എടുത്ത് അന്വേഷിച്ച കേസല്ലേ? അല്ല 3 ഞങ്ങൾ പറയുമ്പോ അതെ രണ്ടാമത് കിട്ടുന്നത് ഒരു ദിവസമാണല്ലോ. ഒരു മൊബൈൽ കണ്ടെടുക്കാൻ മാത്രമല്ലല്ലോ, അവരവിടെ പോലീസിന്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ. അത് അവിടെ കൊടുത്തല്ലോ. മൊബൈൽ ഇപ്പൊ അവിടെ കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടല്ലോ. കോടതിയുടെ മൊബൈൽ കോടതിയിൽ അവർ തന്നെ കൊടുത്തല്ലോ. അവർ തന്നെ പ്രതിയുടെ വക്കീൽ തന്നെ കൊടുത്തല്ലോ. ദുർബലമായ വാദങ്ങളാണ് ശ്രീനൌഷാദ് മുന്നോട്ട് വയ്ക്കുന്നത്. ദിലീപ് തന്നെ 2 മൊബൈലുകൾ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 2 മൊബൈൽ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോണാണോ അത്? അങ്ങനെയാണോ കരുതേണ്ടത്? മറുപടി ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മൊബൈല് കിട്ടുക, ദൃശ്യങ്ങൾ കിട്ടുക എന്നുള്ളത് ഈ കേസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആ ദൃശ്യങ്ങളും മൊബൈലുകളും നശിപ്പിക്കപ്പെട്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയുകയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നശിപ്പിക്കപ്പെട്ട സാഹചര്യം കണ്ടെത്തേണ്ടതുണ്ട്. ഈ കുറ്റകൃത്യം നടത്തുന്നത് തന്നെ ഈ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കുറ്റകൃത്യം നടന്നു എന്നതിൻ്റെ തെളിവും ഈ ദൃശ്യമാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു തർക്കവും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ, ഈ മൊബൈൽ ഫോണും എവിടെ സൂക്ഷിച്ചു, ഇതിൻ്റെ മെമ്മറി കാർഡ് എവിടെ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ പോലീസിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അല്ലെങ്കിൽ ഇത്തരം ഒരു ദൃശ്യങ്ങളില്ല, മൊബൈൽ ഫോണില്ല, മെമ്മറി കാർഡില്ല എന്നുള്ള ഒരു
കൺക്ലൂഷനിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തേണ്ടി വരും. അത് അപകടകരമായ ഒരു സ്ഥിതിയായിരിക്കും ഈ കേസിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒറിജിനൽ മെമ്മറി കാർഡും, അത് മൊബൈൽ ഫോണാണോ ക്യാമറയാണോ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ മൊബൈൽ ഫോണാണോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ മൊബൈൽ ഫോണും അതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, കോപ്പി ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ യഥാർത്ഥ ദൃശ്യങ്ങൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇത് യഥാർത്ഥമാണ് എന്ന തെളിവ് സഹിതം ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള ഒരു വെല്ലുവിളി ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്. അത് അവർ നടപ്പാക്കിയേ പറ്റുള്ളൂ. ഇങ്ങനൊരു സാധനമുണ്ട് എന്നുള്ള ഒരു വാദം പോലീസിനോ പ്രോസിക്യൂഷനോ ഉണ്ടെങ്കിൽ. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ പ്രതിഭാഗം 2 മൊബൈൽ ഫോണുകൾ, ദിലീപിൻ്റെ 2 ഫോണുകൾ കോടതിയിൽ തന്നെ കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. പോലീസിൻ്റെ കയ്യിൽ ആ ഫോൺ കിട്ടുകയാണെങ്കിൽ അതിൽ കൃത്രിമം കാട്ടും എന്ന് ഭയന്നുകൊണ്ട് കോടതി തന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2 ഫോണുകൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കർ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തിങ്കളാഴ്ച ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിനായി പോകുമ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനല്ലേ ഈ നടപടി? ഞാനൊന്ന് പറഞ്ഞ് തീരുന്നതിന് ഇടയ്ക്ക് കയറി പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രതിഭാഗക്കാർ വെറും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. തീർച്ചയായിട്ടും അത് കോടതിയിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും അതുവഴിക്ക് ഒരു സഹതാപം നേടിയെടുക്കാനും 2 മൊബൈൽ ഫോണേ ഉള്ളൂ ഇദ്ദേഹത്തിന്. ആ 2 മൊബൈൽ ഫോണും ഇതാ ഏൽപ്പിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് വേണം വിചാരിക്കാൻ. പക്ഷേ ഈ കോടതിയുടെ മുമ്പിലേക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വൈകുന്നേരം 8:30 മണിക്ക് ഇങ്ങനെ TV ചാനലിൽ ചർച്ച ചെയ്യുന്നത് ശരിയല്ല, ഉചിതമല്ല. കോടതി എന്ത് തീരുമാനിക്കും, കോടതിയിൽ എന്ത് തെളിവ് ഹാജരാക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട വേദി ഇതല്ല. അതൊക്കെ ശരിക്കും സബ് ജുഡീസാണ്. കോടതി അലക്ഷ്യത്തിൻ്റെ പരിധിക്കകത്ത് പോലും വരാവുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, ഒരു അഭിഭാഷകനായ ഞാൻ, അതുപോലെ അഭിഭാഷകനായ ആഷി, ഇതേക്കുറിച്ചൊക്കെ ഈ രീതിയിൽ അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ തൊഴിലിൻ്റെ അന്തസ്സിന് തന്നെ ചേർന്നതല്ല. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. എന്തുകൊണ്ട് പോലീസ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ, പോലീസുകാർ മനുഷ്യരല്ലേ, അവർക്ക് മനുഷ്യ സഹജമായ പോരായ്മകളുണ്ടാവും. പിന്നെ ഇത് ഷെർലക് ഹോംസ് ഒന്നും അല്ലല്ലോ കേസ് അന്വേഷിക്കുന്നത്. ഈ പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ശ്രീ തൗഷാദ് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ IG സന്ധ്യ, നമ്മുടെ ADGP സന്ധ്യ ആണെങ്കിലും IG ദിനേശ് കശ്യപ് ആണെങ്കിലും ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാണ്. അവരവരുടെ കഴിവിൽ ഒത്ത രീതിയിൽ ശ്രമിക്കുന്നു. നമ്മളൊക്കെ ചാനലുകാരൊക്കെ പറഞ്ഞല്ലോ, ഈ ദിലീപിനെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ലാന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലേ, അത് ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പ്രോസിക്യൂട്ടർ സുരേശനാണെങ്കിൽ നല്ല കാര്യപ്രാപ്തിയുള്ള ആളാണ്. സൗമ്യയുടെ കേസിലൊക്കെ നമുക്കറിയാം, അദ്ദേഹം വളരെ നിസ്തുലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ നല്ല ടീമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് താങ്കളിലേക്ക് വീണ്ടും എത്താം. ശ്രീമതി CS ചന്ദ്രിക, ഇതുവരെയുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ പോകുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇന്നിപ്പോൾ കോടതിയിലുണ്ടായ നടപടിക്രമം എന്നുള്ളത്, ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്, അത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ആ കേസിന്റെ ഗൗരവം കൊണ്ട് ഈ 4ാം ദിവസം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുക എളുപ്പമായിരുന്നില്ല. അത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമെന്നാണ് പറയുന്നത്. അത് പ്രോസിക്യൂഷന്റെ ഒരു വലിയ മെച്ചം കൊണ്ടോ അവരുടെ നടപടികളോ കൊണ്ടോ സംഭവിച്ചതല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതാണ്? ഈ കേസ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുന്ന ഒന്നാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും ഇത് വലിയൊരു ഷോക്ക് ഉണ്ടാക്കിയിട്ടുള്ള കേസാണ്. ആദ്യം നമ്മൾ കേട്ട കഥകൾ അല്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴുണ്ടായത്. പല കഥകൾ ദിലീപിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. എന്തായാലും ഈ അവസാന ഘട്ടങ്ങളിലെങ്കിലും ദിലീപ് കുറ്റാരോപിതനാണ് എന്നുള്ള ഒരു കാര്യമെങ്കിലും എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും അത് അങ്ങനെ തന്നെ വിചാരിക്കുന്നുമുണ്ട്. മറ്റ് എല്ലാവിധ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതവും അല്ലെങ്കിൽ തൊഴിലും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമപരമായ നടപടികളിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പോലീസിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇതിനേക്കാളും പ്രമാദമായിട്ടുള്ള കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സൂര്യനെല്ലി കേസ്, വിദുര കേസ്, പിന്നെ ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെ തുടങ്ങിയിട്ട് നിരവധി കൂട്ടബലാത്സംഗങ്ങളുടെ കേസുകൾ കേരളം കണ്ടിട്ടുണ്ട്. 1990-കൾ മുതൽ നമ്മൾ കേൾക്കാനും കാണാനും തുടങ്ങിയിട്ടുള്ളതാണ്. ഏത് പ്രതിയാണ് അതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? അതുപോലെ തന്നെ ഈ കേസിലും പ്രതി എന്ന് പറയുന്ന ആൾ ദിലീപാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് നമുക്ക് അങ്ങനെ
വിശ്വസിക്കാനോ വിചാരിക്കാനോ